നമസ്കാരം. ഇന്നത്തെ ചില വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 7 ശനി 2024. വാർത്തകളിലേക്ക്. കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് മലയാളികൾ കോടികൾ തട്ടിയതായി പരാതി. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരെ തേടി ഗൾഫ് ബാങ്ക് കേരളത്തിൽ. ബാങ്കിന്റെ 700 കോടി രൂപയോളം തട്ടിയ സംഭവത്തിൽ 1425 മലയാളികളാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത്. ഇവരിൽ 700 പേർ നഴ്സുമാരാണ്. കേരളത്തിലേക്കും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും വായ്പ എടുത്തവർ കടന്നു എന്നാണ് കുവൈറ്റ് ബാങ്ക് അധികൃതർ സംസ്ഥാന പോലീസിനെ അറിയിച്ചത്. സംഭവത്തിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലായി 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുകയാണ്. ദക്ഷിണമേഖല IG അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കും. 2020-22 കാലത്താണ് ബാങ്കിൽ തട്ടിപ്പ് നടന്നത്. കുവൈറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മലയാളികളും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായിരുന്ന ജോലി ചെയ്തിരുന്ന 700ഓളം പേരുമാണ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയത്. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വീണ്ടും കൂട്ടി. യൂണിറ്റിന് 16 പൈസ വീതം വർദ്ധിപ്പിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കി. നിരക്ക് വർധന വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. BPLകാർക്കും നിരക്ക് വർധന ബാധകമാണ്. അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ യൂണിറ്റിന് 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. ഫിക്സഡ് ചാർജും കൂട്ടിയിട്ടുണ്ട്. വൈദ്യുതി നിരക്ക് വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയും പകൽക്കൊള്ളയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഴിമതിയും തൂർത്തും കെടുകാര്യസ്ഥതയും വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിയ ബാധ്യതയാണ് നിരക്ക് വർധനയിലൂടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് മേൽ കെട്ടിവച്ചിരിക്കുന്നതെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. വൈദ്യുതി നിരക്ക് കൂട്ടിയ നടപടി തികച്ചും പിടിപ്പുകേടും ധിക്കാരകരവുമാണെന്ന് വൈദ്യുതി നിരക്ക് കുത്തേന കൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് ശക്തമായ സമരം നടത്തുമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP. ഇത് 5ാം തവണയാണ് പിണറായി സർക്കാർ നിരക്ക് കൂട്ടുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും K സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വൈദ്യുതി വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാർ യാതൊരു ആസൂത്രണമില്ലാതെ റദ്ദാക്കിയത് എന്തിനുവേണ്ടിയായിരുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഇന്ന് കൈമാറുമെന്നും വിവരാവകാശ കമ്മീഷൻ നിയമപ്രകാരം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർക്കാണ് ഈ ഭാഗങ്ങൾ നൽകുക. മാധ്യമപ്രവർത്തകരുടെ അപ്പീലുകൾ പരിഗണിച്ച വിവരാവകാശ കമ്മീഷനാണ് നിർണായകമായ ഈ തീരുമാനം. സ്മാർട്ട് സിറ്റി വിഷയത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. ആർബിട്രേഷൻ നടപടിയിൽ പോയാൽ ഭൂമി ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുമെന്നും ടീകോമിൽ നിന്ന് തിരിച്ചെടുക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കരാറിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം വരാതെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെന്നും വേഗത്തിൽ ഭൂമി കൈമാറ്റം നടക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദ പത്രപരസ്യത്തിലെ സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ഭാഗം ചില അഭ്യുദാകാംക്ഷികൾ നൽകിയതാണെന്നും അഭ്യുദാകാംക്ഷികൾക്ക് നൽകിയ ഭാഗവുമായി സ്ഥാനാർത്ഥിക്കോ LDFനോ ബന്ധമില്ലെന്നും LDF ചീഫ് ഇലക്ഷൻ ഏജന്റ് അനുമതി വാങ്ങിയ ശേഷമാണ് പരസ്യം നൽകിയെന്ന് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ വിശദീകരണത്തിൽ LDF അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ദേശീയപാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. ന്യൂഡൽഹി അക്ബർ റോഡിലുള്ള റെസിഡൻഷ്യൽ ഓഫീസിൽ വിശദമായ കൂടിക്കാഴ്ച നടത്തിയത്. വിമാനത്താവള കണക്ടിവിറ്റി റോഡുകളും സ്പോട്ട് കണക്ടിവിറ്റി റോഡുകളും അനുവദിക്കാമെന്നും ഗഡ്കരി ഉറപ്പു നൽകിയതായി റിയാസ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിൽ പരാമർശത്തിൽ കേസെടുക്കില്ലെന്ന് പോലീസ്. നവകേരള യാത്രയ്ക്കിടെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കോടതിയെ ഇന്ന് അറിയിക്കും. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ എറണാകുളം CJM കോടതി ഉത്തരവിട്ടിരുന്നു. ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിയന്ത്രണം നടപ്പാക്കിയാൽ തൃശ്ശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തി നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യണമെന്ന് ദേവസ്വം സെക്രട്ടറിമാർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയെ അപ്പീൽ ഹർജിയുമായി സമീപിക്കില്ലെന്നും ദേവസ്വങ്ങൾ പറഞ്ഞു. നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറി. ദേവസ്വം വിജിലൻസ് SP ആണ് അന്വേഷണം നടത്തി ദേവസ്വത്തിന് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം നടൻ ദിലീപ് ശബരിമലയിൽ എത്തിയത് സാധാരണ ഭക്തനാണെന്ന നിലയിലെന്നും മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയില്ലെന്നും ആർക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടില്ലെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു പറഞ്ഞു. ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു. കക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 6 MBBS വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിലാണ് നടപടി. നടൻ സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവനടിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുന്ന കേസിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം പറയുന്നത്. ഇന്നലെ സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പോലീസ് ഈ നിലപാട് സ്വീകരിച്ചത്.
ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ കേരളം വിടാൻ പാടില്ല, ഉപാധിയോടെ ജാമ്യവ്യവസ്ഥ 1 ലക്ഷം രൂപയും കെട്ടിവെക്കണം, പ്രതി അന്വേഷണത്തോട് സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പരാതിക്കാരിയെയും കേസുമായി ബന്ധപ്പെട്ട ആരെയും കാണാൻ പാടില്ലെന്നും പരാതിക്കാരിയുമായി ഫോണിൽ ബന്ധപ്പെടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സീരിയലുകളെ അടച്ചാക്ഷേപിച്ചില്ലെന്നും ഉള്ളടക്കം നന്നാക്കാൻ വേണ്ടിയാണ് വിമർശനം ഉന്നയിച്ചതെന്നും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ ആരുടെയും അന്നം മുടക്കിയിട്ടില്ലെന്നും കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുതെന്നും തനിക്കെതിരായ ആത്മയുടെ തുറന്ന കത്ത് കാര്യം അറിയാതെ ഉള്ളതാണെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു. ചില സീരീസുകൾ എൻഡോസൾഫാൻ പോലെ മാരകമാണെന്നായിരുന്നു പ്രേംകുമാറിൻ്റെ പ്രതികരണം. സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിക്കുകയും ശാരീരിക വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞ് അവമാനിക്കുകയും ചെയ്ത പരാതിയിൽ ഫലപ്രദമായ അന്വേഷണം നടത്തി ജില്ലാ പോലീസ് മേധാവി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റത്. SFI പ്രവർത്തകൻ കൂടിയായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ കോളേജിലെ യൂണിയൻ റൂമിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. പാലോട് ഇളവട്ടത്ത് ഭർതൃഗൃഹത്തിൽ നവവധു മരിച്ച നിലയിൽ പാലോട് ഇടിഞ്ഞാൽ കുളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജ ആണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഭർത്താവ് അഭിജിത്തിൻ്റെ വീട്ടിലെ 2ാം നിലയിൽ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് ഇന്ദുജയെ കണ്ടെത്തിയത്. അതേസമയം മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. 10 വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചിരുന്നതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത്. 3 മാസം മുമ്പ് പെൺകുട്ടിയെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു ഒപ്പം താമസിക്കുകയായിരുന്നു. ഇടുക്കിയിൽ കട്ടപ്പന സ്റ്റാൻഡിൽ യുവാവിൻ്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞു കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് 1 മാസത്തേക്ക് കൂടി ഇടുക്കി RTO സസ്പെൻഡ് ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്കൂട്ടർ പിന്നിൽ ക്രെയിൻ ഇടിച്ച് പിൻസീറ്റിലിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ തമിഴ്നാടിന് കേന്ദ്രം 944.80 കോടി രൂപ സഹായധനം പ്രഖ്യാപിച്ചു. കാറും കരിമ്പ് കൊയ്യുന്ന യന്ത്രവും കൂട്ടിയിടിച്ച് കർണാടകയിൽ 5 മരണം. 2017 ജയലളിത അവധിക്കാല എസ്റ്റേറ്റിൽ അതിക്രമിച്ച് കയറി കവർച്ച നടത്തുകയും സുരക്ഷാ ജീവനക്കാരെ കൊല്ലുകയും ചെയ്ത കൊടനാട് എസ്റ്റേറ്റ് കൊലക്കേസിൽ എടപ്പാടിയും ശശികലയും വിസ്തരിക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ കുടുംബത്തിന് സഹായവുമായി അല്ലു അർജുൻ 25 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് അല്ലു അർജുൻ അറിയിച്ചു. മരിച്ച രേവതിയുടെ മകൻ തേജ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലും ഇപ്പോഴും തുടരുകയാണ്. ഉത്തർപ്രദേശിലെ മുഴുവൻ ജില്ലാ നഗര ബ്ലോക്ക് കമ്മിറ്റികളും പിരിച്ചുവിട്ട് കോൺഗ്രസ്. ആഫ്രിക്കയിലെ തെക്ക് പടിഞ്ഞാറൻ കൊങ്കോയിൽ ബ്ലീഡിംഗ് ഐ വൈറസ് എന്ന അജ്ഞാത രോഗം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ. അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യ ഫൈനൽ. ശ്രീലങ്കയെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഉയർത്തിയ 174 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 21.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 36 പന്തിൽ 67 റൺസെടുത്ത 13-കാരൻ വൈഭവ് സൂര്യവൻസിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.